പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കൊടിയത്തൂരിൽ ലീഗ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ഒരാളും കൂട്ടാളികളും നടത്തിയ കൊലവിളി മുമ്പെന്നോ നടന്ന പ്രശ്നങ്ങളുമായി കൂട്ടിക്കെട്ടി ലഘൂകരിക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന് CPIM നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIM നേതാക്കളെ കൊല്ലുമെന്ന് പരസ്യമായി കൊലവിളി നടത്തിയ നേതാവിനെ സംരക്ഷിക്കാൻ UDF ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും ഇവർ വ്യക്തമാക്കി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം കൊടിയത്തൂരിൽ ലീഗ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ഒരാളും കൂട്ടാളികളും നടത്തിയ കൊലവിളി മുമ്പെന്നോ നടന്ന പ്രശ്നങ്ങളുമായി കൂട്ടിക്കെട്ടി ലഘൂകരിക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് കൊടിയത്തൂർ കോട്ടമലങ്ങാടിയിൽ ലീഗ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം എല്ലാവരും നേരിൽ കണ്ടതാണെന്നും CPIM നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊലവിളി നടത്തിയതിൻ്റെ വീഡിയോ UDFകാർ തന്നെ എടുത്ത് പ്രചരിപ്പിച്ചതാണെന്നും CPIM ഏരിയ കമ്മിറ്റി അംഗവും പ്രാസംഗികനുമായ കൊളായിൻ നാസറിനെയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ CTC അബ്ദുള്ളയെയും കൊല്ലുമെന്നും ഒന്നും രണ്ടും പ്രതികൾ ഞങ്ങളാകുമെന്നും കൊലവിളി നടത്തിയ വീഡിയോ ജനമധ്യത്തിലുണ്ടായിരിക്കെ നുണപ്രചരണം കൊണ്ട് ആ സത്യം മറച്ചുവെക്കാൻ കഴിയില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം കൊടിയത്തൂരിൽ ലീഗിൻ്റെ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയിലെ അംഗവും 2-3 സഹപ്രവർത്തകരും ചേർന്ന് നമ്മളെ ഒരു സ്ഥാനാർത്ഥിയും CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന കൊളായി നാസറിനെയും CTC അബ്ദുള്ളയുമെല്ലാം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന നിലയിൽ ഒരു ആക്രോശം ഈ ആഹ്ലാദ പ്രകടനത്തിൻ്റെ മറവിൽ നടത്തിയ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും പത്രമാധ്യമങ്ങളിലൂടെ. 24-ൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു. ആ വർഷം തന്നെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ വീണ്ടും 2025-ൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു. ഈ 4 തെരഞ്ഞെടുപ്പിലും അവർ വിജയിച്ചിട്ടും അന്നൊന്നും ഉണ്ടാവാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു ആക്രോശം കൊലവിളി നടത്താൻ എന്താണ് അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് പഴയ പ്രതികാരത്തിൻ്റെ ഭാഗമായി ഇത് ചെയ്തു എന്നാണ്. അങ്ങനെ ന്യായീകരിക്കുന്ന പലരുമുണ്ട്. പക്ഷേ CTC അബ്ദുള്ളനെ അന്വേഷിച്ച് CPIMൻ്റെ കൊടിയത്തൂർ ആഫീസിൽ ഇരച്ചു കയറേണ്ട കാര്യം എന്തായിരുന്നു? അപ്പോൾ ഇവർ പത്രവാർത്തകളിലൊക്കെ ഇന്നലെ പത്രസമ്മേളനത്തിന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശുദ്ധ നുണയാണ്. ആ കേസിൽ കൊളായിക്ക് എന്താ പങ്ക്? പിന്നെ കൊളായി നാസറിനോട് രാഷ്ട്രീയ വിരോധം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? CTC അബ്ദുള്ള അവിടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി, എത്ര വർഷമായി? ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം CTCക്കെതിരായിട്ട് ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയമായി പറയുമ്പോൾ അങ്ങോട്ടും കൂടെ അഭിപ്രായ വ്യത്യാസം പറയാമെന്നല്ലാതെ CTCക്കെതിരായി CTC അങ്ങോട്ടോ CTCയോട് ഇങ്ങോട്ടോ അപമര്യാദയായി എന്തെങ്കിലും ഒരു വർത്തമാനം പറയുന്നൊരു അവസരം കൊടിയത്തൂരിൽ എവിടെയും ഉണ്ടായിട്ടില്ല. 2019-ൽ നടന്നൊരു കേസുമായി ബന്ധപ്പെടുത്തി നുണ പറഞ്ഞാൽ കൊടിയത്തൂരിലെ ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ പന്നിക്കോട്ടും ചുള്ളിക്കാപ്പറമ്പിലും പലതവണ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ LDF സംയമനം പാലിച്ചതുകൊണ്ട് മാത്രമാണ് സംഘർഷം ഒഴിവായതെന്നും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് നടക്കാതെ വന്നപ്പോൾ ഫലം വന്നതിന് ശേഷം നേതാക്കളെ കൊല്ലുമെന്ന് പരസ്യമായി കൊലവിളി നടത്തിയ നേതാവിനെ സംരക്ഷിക്കാൻ UDF ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും ഇതിൽ CPIM കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ശക്തിയായി പ്രതിഷേധിക്കുന്നുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുൺ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CTC അബ്ദുള്ള, ഗിരീഷ് കാർകുറ്റി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.